ഒരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും. കാരണം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാ ഓഡിയൻസിനും കുട്ടികൾക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഒരു പേടിയും ടെൻഷനും ഇല്ലാതെ കുട്ടികളെ എല്ലാവരെയും തിയേറ്ററിൽ കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫണ്ണായൊരു സിനിമയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ സിനിമയും കുട്ടികളെ കാണിക്കാൻ പറ്റില്ല. ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനായ ഒരു ഫാമിലി സബ്ജക്റ്റാണ്. എനിക്കൊന്ന് കുട്ടികളൊക്കെ കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് റിലീസായപ്പം സാനിറ്റേച്ചിയുടെ പിള്ളേർ സാനിറ്റേച്ചിയുടെ അടുത്ത് പറഞ്ഞത്രേ ഈ ചേട്ടനെ ഈ ചേച്ചീനെ വെച്ച് കളറുള്ളൊരു പടം ചെയ്യുമോ, കളറുള്ള പടം കാണണം. അപ്പം അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ കളറുള്ളൊരു പടമായിരിക്കും. കുട്ടികൾക്ക് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതായിരിക്കും ഇത് കോൺസെപ്റ്റ്. വിവാദങ്ങൾ സിനിമയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ വിവാദങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ബാധിക്കുമോ എന്നുള്ളത് ഇപ്പം എന്തായാലും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സിനിമ മാത്രമല്ലേ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. സിനിമ കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ. അത് എനിക്ക് ഞാനല്ല അത് പറയേണ്ട ആളത് സാൻഡ്ര ചേച്ചിയാണ് പറയേണ്ടത്. സാൻഡ്ര ചേച്ചി തന്നെ പറയുമായിരിക്കും. ടെൻഷനൊന്നുമില്ല, അങ്ങനെ ടെൻഷനില്ല. കാരണം സിനിമയെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും നല്ല സിനിമ ഓഡിയൻസ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും ഓബ്വിയസ് ആയി പടം റിലീസാകുമ്പോൾ അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം അതുണ്ട്. അത് എന്തായിരുന്നു സാൻഡ്ര ചേച്ചിയോട് ചോദിച്ച ചോദ്യം? അതിപ്പം അത് ഷെയ്ൻ്റെ പേഴ്സണലായ കാര്യങ്ങൾ. അതിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? അതിലെനിക്കൊന്നും പറയാനില്ല. പക്ഷെ എനിക്കിപ്പോൾ സിനിമയെ പറ്റി മാത്രമല്ലേ പറയാൻ പറ്റും. സിനിമയിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ മഹിമയായാലും ഇപ്പോൾ നമ്മുടെ പ്രമുഖ നടന്ന ഇത് ഒരു ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് ഫണ്ണായിട്ട് പറഞ്ഞ കാര്യമാണ്. അത് ഭയങ്കര ചർച്ചയായി. പിന്നെ അതിനൊരു മാപ്പ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സമയത്തിൻ്റെ അത് തീർക്കേണ്ട വിഷയങ്ങളായിരുന്നില്ലേ എന്നാണ് ചോദ്യം. അല്ല, എനിക്ക് തോന്നുന്നു കുറേയൊക്കെ എന്താ പറയുക, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു കാര്യം എത്തുമ്പം അതിൽ നിന്നുണ്ടാകും നമ്മൾ ഓരോന്നങ്ങ് കൂടി പോകാമെന്ന് പറയുമല്ലോ. അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഇപ്പം എന്താ പറയുക, പ്രൊഫഷണലി എനിക്ക് രണ്ടുപേരും വളരെ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കേൾക്കുന്നവർ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ വേറെ ഞാൻ സംസാരിക്കാറുണ്ട്, എന്തെങ്കിലും സംസാരിക്കാറുണ്ട്. ഞങ്ങൾ കോൺടാക്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം അല്ലാതെ തന്നെ ഞങ്ങൾ കോൺടാക്റ്റിലുള്ള ആൾക്കാരാണ്. അതൊക്കെ ഉണ്ടി പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിനിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അതെന്തിനാ. താങ്ക് യു. ആണോ? ഏത് ഡാൻസ് കളിക്കാൻ പോലെ? നീലനില വേണം കളിക്കുന്ന കളിക്കും. പാട്ടൊന്നുമില്ല. ഞാൻ പാടണോ? പാടിക്കൊടുക്ക്. നിങ്ങൾ എപ്പോഴും പാടുന്നല്ലേ ചേച്ചി? ഡാൻസ് ഇല്ലേ? ഉള്ളതേ കളിച്ചു കൊടുക്കാൻ. ആദ്യം ഞാൻ തുടങ്ങല്ലേ? എവിടുന്ന് പാടി? സിനിമ കഴിയുമ്പോൾ നമുക്ക് അടിപൊളിക്കാം. സിനിമ കഴിഞ്ഞ് നമുക്ക് ഈ സിനിമയിലെ പാട്ട് ഡാൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ കാണുന്ന സിനിമ. ബൈ ബൈ.